കുമ്പസാരക്കൂടിന്റെ അതിരുപോലുമില്ലാതെ സാധാരണക്കാർക്ക് പ്രാപ്തനായിരുന്ന പുരോഹിതൻ യാത്ര ചെയ്തത് ബസ്സിലും ട്രെയിനിലും. അർജന്റീനൻ തെരുവുകളിലൂടെ സ്വയം കാറോടിച്ചു പോയ ബിഷപ്പ് അരമനയുടെ ആഡംബരം വിട്ട് തന്റെ ഒറ്റമുറി ഫ്ളാറ്റിൽ കഴിഞ്ഞ ബ്യൂണസ് ഐറസിലെ കർദിനാൾ ജോർജ് മരിയോ ബെർഗോളിയോ. അതിജീവനം ഉറപ്പില്ലാതെ പലായനം ചെയ്യേണ്ടി വന്ന കുടുംബത്തിന്റെ പിന്മുറക്കാരൻ. നിരാശ്രയരായ മനുഷ്യരുടെ മനസ്സറിയുന്ന ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയാകുമ്പോഴും ആ മാനവിക പക്ഷം കൈവിട്ടില്ല. ക്യൂബയുടെയും കാസ്ട്രോയുടെയും കൂട്ടുകാരൻ പോപ്പാകുമ്പോൾ ആ പോപ്പ് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന സന്ദേഹം സ്വാഭാവികം. ശീതയുദ്ധകാലത്ത് സോഷ്യലിസ്റ്റ് റഷ്യയും മുതലാളിത്ത അമേരിക്കയും രണ്ടു ചേരിയായി നിന്നപ്പോൾ വത്തിക്കാൻ അമേരിക്കൻ പക്ഷത്തായിരുന്നു. എന്നാൽ യൂറോപ്യന്മാരായ മുൻഗാമികളിൽ നിന്നും ഫ്രാൻസിസ് പാപ്പ വ്യത്യസ്തനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അനുകൂലിക്കുന്നു എന്ന വാദത്തോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ക്രിസ്ത്യാനികളെപ്പോലെ ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ദരിദ്രർക്കും ദുർബലർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും തീരുമാനമെടുക്കാൻ അവകാശമുള്ള ഒരു സമൂഹത്തെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമത്വവും സ്വാതന്ത്ര്യവും കൈവരിക്കാൻ സഹായിക്കേണ്ടത് അവരാണ്. നിലപാടുകളുടെ പേരിൽ വിമർശനം കേൾക്കേണ്ടി വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് അമേരിക്കൻ വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധനും കത്തോലിക്കനുമായ സ്റ്റീഫൻ മൂർ പ്രകടിപ്പിച്ച അഭിപ്രായം ഇങ്ങനെയാണ്: ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായി മാർക്സിസ്റ്റ് ചായ്വുള്ള പോപ്പാണെന്ന് ഞാൻ കരുതുന്നു. മുതലാളിത്തത്തെയും സ്വതന്ത്ര സംരംഭങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിന് ശക്തമായ സംശയമുണ്ടെന്നതിൽ എനിക്ക് സംശയമില്ല. Una lógica que busca no es necesario que se vayan. Denles ustedes de comer. മുതലാളിത്തത്തെ പോപ്പ് നിർവചിച്ചത് ഇങ്ങനെയാണ്: ഏറ്റവും മികച്ച സാഹചര്യത്തിൽ അസമത്വത്തിന്റെ ഉറവിടവും ഏറ്റവും മോശം സാഹചര്യത്തിൽ കൊലയാളിയും. സോഷ്യലിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ എന്നിവർ തമ്മിലുള്ള സംവാദ പദ്ധതി ഡയലോപ്പിന് പ്രേരണ നൽകിയ പോപ്പ് സോഷ്യലിസ്റ്റുകളും ക്രിസ്ത്യാനികളും പൊതുധാർമ്മികതയ്ക്കായി യോജിച്ചു പ്രവർത്തിക്കുകയാണ് സംവാദ ലക്ഷ്യം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടതുപക്ഷക്കാരും കത്തോലിക്കരും അടങ്ങുന്ന ഈ സംഘത്തോട് മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ പിന്നോട്ട് പോകരുത്. മെച്ചപ്പെട്ട ഒരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നിർത്തരുത്. സാമ്പത്തിക വിപണി സംവിധാനങ്ങളാൽ നിയന്ത്രിക്കപ്പെടാൻ സമൂഹത്തെ അനുവദിക്കാൻ കഴിയില്ല. മനുഷ്യർക്കിടയിൽ വെല്ലുവിളികളും വിഭവങ്ങളും പങ്കിടുന്നതിനുള്ള കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം വരുത്തണം. ഇത് പറയുമ്പോഴും കമ്മ്യൂണിസം സ്വകാര്യ സ്വത്തിനെ നിഷേധിക്കുന്നു. തീർച്ചയായും ഇത് കത്തോലിക്ക പഠനത്തിന് എതിരാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പോപ്പിന്റെ ജീവചരിത്രം എഴുതിയ ഓസ്റ്റിൻ ഐവറി ഇതിനു നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: അദ്ദേഹം ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല. അർജന്റീനയിൽ അദ്ദേഹം വളർന്ന സാമൂഹിക സാഹചര്യവും അന്നത്തെ പ്രസിഡന്റ് ജുവാൻ പെറോണിന്റെ സ്വാധീനവും തൊഴിലാളി യൂണിയനുകളുമായുള്ള ആഴത്തിലുള്ള ബന്ധവുമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. ദരിദ്രർ, തൊഴിൽരഹിതർ, ചൂഷിതർ തുടങ്ങിയവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാവണം ഏതു നാടിന്റെയും നിലവാരം അളക്കേണ്ടതെന്നായിരുന്നു പാപ്പയുടെ നിലപാട്. ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം ആലേഖനം ചെയ്ത അരിവാൾ ചുറ്റിക ബൊളീവിയൻ പ്രസിഡന്റായിരുന്ന ഇവാ മൊറോലസ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചതാണിത്. ഇത് ഒരു അടയാളപ്പെടുത്തലായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.